ഹായ് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അതായത് എല്ലാ ഗേൾസിൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും. എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ഗേൾസൊക്കെ നമ്മളിപ്പോൾ ഒരു ഗേളിൽ വളർന്നു, നമ്മൾ നോർമൽ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ ഷെയ്ഡ് ഏതാണ്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അങ്ങനെയൊന്നും നമുക്ക് ഒരുപാട് ആൻസേഴ്സ് കിട്ടും. നമ്മളത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം എനിക്കും സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് ഒരു ലിപ് ഷെയ്ഡ്സും ബ്രാൻഡ്സും ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അത്രയും സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടേ ഇല്ല. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല ലിപ് ഷെയ്ഡ്സ് ഇഷ്ടമാവും, ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും. പക്ഷെ ഈ ലിപ്സ്റ്റിക്കിന് ഒരു പ്രോബ്ലം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഡ്രൈഡ് ആയിട്ട് നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു, ഈവൻ ദോ നമ്മൾ ലിപ് ബാം യൂസ് ചെയ്താൽ. അപ്പം അങ്ങനെയും കുറേ നാൾ ഞാൻ നോക്കി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, ഓയിലി ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും പോകും. ചിലപ്പോൾ നോർമൽ ഫുഡ് കഴിക്കുമ്പോഴേ പോകും, വെള്ളം കുടിക്കുമ്പോഴേ പോകും, അങ്ങനെയൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കുറേ റിസർച്ച് നടത്തി അവസാനം കുറേ യൂട്യൂബ് ചാനൽസ് ഒക്കെ കണ്ടുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്യണമെന്ന് തോന്നിയ ഒരു ബ്രാൻഡ്. അങ്ങനെ ഞാൻ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്തു. ആ ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ സെഫോറയുടെ ഈ ലിപ്സ്റ്റിക്, ഈ ഒരു സീരീസ് ക്രീം ലിപ്സ്റ്റിക് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് പൊളിയാണ്, അടിപൊളി ലിപ്സ്റ്റിക്കാണ്. എനിക്ക് 3 ഷെയ്ഡ്സ് ആക്കും, 3 ഷെയ്ഡ്സ്. സോ ഈ 3 ഷെയ്ഡ്സ് ഞാൻ ഒരു 3-4 മന്ത്സിന് മുകളിലായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇത്രയും നാളത്തെ യൂസിൽ എനിക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു കുറ്റവും പറയാനില്ല. ബിക്കോസ് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ ചൂസ് ചെയ്ത കളേഴ്സ് ആണെങ്കിലും ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ബിക്കോസ് ഞാൻ 3 ഡിഫറെൻറ്റ് കളേഴ്സ് ചൂസ് ചെയ്തു. അതായത് റെഡ് ഷെയ്ഡി എന്ന് പറഞ്ഞാൽ, ബ്രൗൺ ഷെയ്ഡി എന്ന് പറഞ്ഞാൽ, ആൻഡ് ഓൾസോ ന്യൂഡ് ഷെയ്ഡ്. സോ ഓൾമോസ്റ്റ് ഓൾ ദ ഗേൾസിനും വേണ്ട ടൈപ്പ് ഓഫ് ഒരു 3 മെയിൻ കളേഴ്സ് ഇതൊക്കെ ആയിരിക്കുമല്ലോ. 3 ഷെയ്ഡ്സ് വാങ്ങും. ഇനിയും എനിക്ക് വാങ്ങുന്നുണ്ട്, കാരണം അത്രയും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ബിക്കോസ് എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഒക്കെ വെയർ ചെയ്യാൻ രാവിലെ ഇട്ടിട്ട് ഈവനിങ് വരെ നിൽക്കും, ഈവൻ നൈറ്റ് വരെ ആണെങ്കിലും നിൽക്കും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ്. സോ എൻ്റെ കയ്യിലുള്ള 3 ഷെയ്ഡ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ ആദ്യത്തെ ഞാൻ കാണിച്ചത് ഇതാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ്, ഈ ഒരു ന്യൂഡ് ഷെയ്ഡ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സോ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. 84 ആണ് എൻ്റെ ഷെയ്ഡ് നമ്പർ. സോ നിങ്ങൾക്ക് സെഫോറയിൽ പോയിട്ട് നോക്കിയാൽ 84 കിട്ടും. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം 84 ആണ്. ഇത് ന്യൂഡ് ഷെയ്ഡാണ്. ഇത് ഒരു ഗോ ടു പ്രൊഡക്റ്റ് ആയിരിക്കും എല്ലാവർക്കും, ഗോ ടു ഷെയ്ഡ് ആണ് എല്ലാവർക്കും എന്ന് വെച്ചാൽ ഏതൊരു എന്താ പറയുക സ്കിൻ ടോൺ ആയെങ്കിലും അവർക്ക് ഇത് ഓക്കെ ആയിരിക്കും ഇത് കളർ എന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് വാഷ് ഔട്ട് ആവില്ല ഒരിക്കലും. ചില ന്യൂഡ് ഷെയ്ഡ്സ് അങ്ങനെയാണ്, ചിലർക്ക് വാഷ് ഔട്ട് ആവും. പക്ഷെ ഇതങ്ങനെ വാഷ് ഔട്ട് ആവുന്ന ഒരു കളറല്ല. ഓരോരുത്തർക്കും ഇപ്പം ഞാൻ തേക്കുന്നത് ഈ ഒരു കളറാണ്. ഇത് പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എല്ലാ കളർ ഷെയ്ഡ്സും അങ്ങനെ ആയിരിക്കും. പക്ഷെ ഒരിക്കലും വാഷ് ഔട്ട് ആവാത്തൊരു കളറാണ്. സോ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്. ആൻഡ് ഇതിൽ ഞാൻ ഓക്കെ ആയപ്പോഴാണ് ഞാൻ അതർ 2 ഈ 2 വാങ്ങിക്കാൻ ഡിസൈഡ് ചെയ്തത്. സോ അടുത്ത 2 ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ബ്രൗൺ ആണ്. ഇത് വന്നിട്ട് 42 റോസ് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അതൊരു ഡാർക്ക് ബ്രൗൺ ആണ്. ഇത് ഡാർക്ക് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. പക്ഷെ ലൈറ്റ് കളേഴ്സ് ആണ് ഇഷ്ടമുള്ള അവർക്ക് ചിലപ്പോൾ ഇത് ഓക്കെ ആവില്ല. ഇത് കുറച്ചുകൂടി നല്ല എന്താ പറയുക വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഇഷ്ടമാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. പിന്നെ എൻ്റേത് റെഡ് ഷെയ്ഡാണ്. എന്താ പറയുക എല്ലാ ഗേൾസിനും റെഡ് ഷെയ്ഡ് ആഗ്രഹം എന്തായാലും ഉണ്ടാവുമല്ലോ. സോ ഇത് ഞാൻ വാങ്ങിച്ചത് റെഡ് വെൽവെറ്റ് ആണ്. ആക്ച്വലി സെഫോറ എന്ന ബ്രാൻഡിൽ ഓൾവേസ് റെഡ് 01 നമ്പറിലുള്ളതാണ് കൂടുതൽ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ഐ ഡിഡ് പർച്ചേസ് ദാറ്റ് ബിക്കോസ് അത് ഭയങ്കര റെഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ യൂസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അത് വാങ്ങിച്ച് നോക്കുമായിരിക്കും. പക്ഷെ ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തില്ലല്ലോ വെച്ചിട്ട് അത് വാങ്ങിയില്ല. അതുപോലെ ഞാൻ റെഡ് വെൽവെറ്റ് വാങ്ങി. ഇത് അത്രയും ഡാർക്ക് റെഡ് അല്ല,
അതായത് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന റെഡ് ഉണ്ട്. ഇത് ഡാർക്ക് ആണ്, ഡാർക്ക് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്കായിരിക്കും ഇതും ഇഷ്ടപ്പെടാം. ഇത് ഈ ഡാർക്ക് ഷെയ്ഡ്സ് അവരുടെ ചോയ്സ് ആണ്. ബിക്കോസ് ഡാർക്ക് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി അത് ചൂസ് ചെയ്യാം. പക്ഷെ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു കളറാണ് 84. ഇത് എല്ലാവർക്കും സജസ്റ്റ് വാങ്ങിക്കാം. പിന്നെ ഇതിന്റെ കോസ്റ്റ് വന്നിട്ട് 1450 സംതിങ് ആണ്. ഇത് ചില ടൈമിൽ ഓഫറിൽ ഉണ്ടാവും, ചില ഷെയ്ഡ്സ് ഓഫറിൽ ഉണ്ടാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മേ ബി ഒരു 200 ഓഫ് ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷെ എല്ലാ ഷെയ്ഡ്സും ഓഫർ കിട്ടാറില്ല. ഞാൻ എനിക്ക് 3 വാങ്ങിയപ്പോൾ ഓഫർ കിട്ടില്ല. പക്ഷെ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ വാങ്ങി, കാരണം എനിക്കിഷ്ടമായി ആൻഡ് വർത്ത് ദ പ്രൈസ് എന്ന് തോന്നുകയും ചെയ്തു. ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിനെ പറ്റി ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു ഇത് വരില്ല. കാരണം ഒരു ടിൻറ്റെങ്കിലും രാത്രി വരെ ഒരു ചെറിയ ലൈറ്റ് ആയിട്ടെങ്കിലും അത് ഉണ്ടാവും. ആക്ച്വലി നന്നായിട്ട് തന്നെ ഉണ്ട്. അതായത് നമ്മുടെ ഫേസിനൊരു ഗ്ലോ തരുന്ന രീതിയിൽ തന്നെ ആ ഒരു ഷെയ്ഡ് അവിടെ ഉണ്ടാവും. പക്ഷെ ഓഫേഴ്സ് വരാറുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി വിളിക്കാം. ഇനിയും എനിക്ക് വേറെ ഷെയ്ഡ്സ് പർച്ചേസ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് ഈ ഒരു ഇത്. ബിക്കോസ് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ തന്നെ വേറെ ഒരു ബ്രാൻഡും ഇല്ലാത്തപ്പോൾ എനിക്കറിയില്ല ഇത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ യാ, that's it about Sephora. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.